നമസ്കാരം. കൊട്ടാരക്കര നീലേശ്വരത്ത് അതിവേഗത്തിൽ പാഞ്ഞെത്തിയ ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചുകയറിയ വൻ ദുരന്തം എന്ന വാർത്ത കേട്ടാണ് കേരളം ഇന്ന് ഉണർന്നത്. ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരികയാണ്. ദുരന്തത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്ത്. നിയന്ത്രണം വിട്ടോടിയ വണ്ടി കാത്തുനിന്നവരുടെ മേലേക്ക് മറിഞ്ഞതിനെ തുടർന്ന് അധ്യാപകനടക്കം 4 പേർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നിരവധി വിദ്യാർത്ഥികളുണ്ട്. ഇപ്പോൾ വിവിധ ആശുപത്രികളിൽ അതീവ ഗുരുതരമായ പരിക്കുകളോടെ ഇവർ മരണത്തോട് പൊരുതുകയാണെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. മരണപ്പെട്ടവരിൽ ഹരിലാൽ 54 വയസ്സ്, അജയ് കുമാർ 45 വയസ്സ്, പാർത്ഥിബ് 15 വയസ്സ് എന്നിവരെയാണ് നിലവിൽ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. മരണം 4 ആയിരിക്കുന്നു. ഇതിൽ ഹരിലാൽ ഒരു ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപകരാണ്. സ്വന്തം മകനെ ബസ് കയറ്റി വിടുന്നതിനായി ബസ് സ്റ്റോപ്പിൽ കൂടെ വന്നതായിരുന്നു നിർഭാഗ്യവാനായ അജയ് കുമാർ. മണ്ണ് കയറ്റി അതിവേഗത്തിൽ വന്ന ലോറി ബസ് കാത്തു നിന്നവർക്ക് മുകളിലേക്ക് പാഞ്ഞു കയറി പൂർണ്ണമായും തകരുകയായിരുന്നു. വൻ ശബ്ദത്തോടെ മറിഞ്ഞ ലോറിയിലുണ്ടായിരുന്ന ടൺ കണക്കിന് മണ്ണ് റോഡിലേക്കും ആളുകളുടെ മുകളിലേക്കും മറിഞ്ഞ് വീഴുകയായിരുന്നു. ഇതോടെ ബസ് സ്റ്റോപ്പിൽ നിന്നിരുന്നവർ ഈ മണ്ണിനടിയിൽ ശ്വാസം കിട്ടാതെ കുടുങ്ങിപ്പോവുകയായിരുന്നു. സമീപത്തെ ഒരു മതിലിനോട് ചേർന്ന് ബസ് കാത്തു നിൽക്കുകയായിരുന്നവരാണ് ഈ ദാരുണമായ അപകടത്തിന് ഇരകളായത്. കുട്ടികളടക്കം 8 പേരോളം അപകട സമയത്ത് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നുവെന്നാണ് പ്രാദേശിക വിവരങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത്. നിയന്ത്രണം നഷ്ടപ്പെട്ട ഭാരമേറിയ വണ്ടി മതിലിലേക്ക് ഇടിച്ചു കയറി മറിയുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ കുശാൽ 15 വയസ്സ്, നവനീത് 13 വയസ്സ്, ജിബിമോൾ 15 വയസ്സ് എന്നീ വിദ്യാർത്ഥികളെയും ലോറി ഡ്രൈവറെയും ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാട്ടുകാരും ഫയർഫോഴ്സും സംയുക്തമായാണ് സംഭവസ്ഥലത്ത് യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇനിയും ആരെങ്കിലും മണ്ണിനടിയിൽ ജീവനോടെ ഉണ്ടോ അല്ലാതെയോ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താനായി JCB അടക്കമുള്ള സജ്ജീകരണങ്ങൾ ഉപയോഗിച്ച് മണ്ണ് നീക്കി തെരച്ചിൽ തുടരുന്ന അവസ്ഥയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. തൊട്ടടുത്തൊരു വൈദ്യുതി പോസ്റ്റ് ഉണ്ടായിരുന്നു. നിലവിൽ ഇവിടെ നിന്നുള്ള ഇലക്ട്രിസിറ്റി കട്ട് ചെയ്തതിനു ശേഷം പോസ്റ്റും മാറ്റി പരിശോധന തുടരുകയാണ്. ഒരു ഇടുങ്ങിയ പ്രദേശത്തേക്കാണ് ഈ മണ്ണും മറിഞ്ഞതും വിദ്യാർത്ഥികൾ മണ്ണിനടിയിൽ പെട്ടുപോയതും. അതുകൊണ്ട് തന്നെ തിരച്ചിൽ തുടരുന്നുണ്ട്. പരിക്കേറ്റവരിൽ 2 പേർ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും ഒരാൾ ഗോകുലം മെഡിക്കൽ കോളേജിലും ചികിത്സയിലാണ്. മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ഋഷഭ്, കൗശൽ എന്നീ വിദ്യാർത്ഥികളിൽ ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുന്നതിനാൽ വെന്റിലേറ്ററിലേക്ക് മാറ്റിയതായി റിപ്പോർട്ടുകൾ വരുന്നു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പരിക്കേറ്റവർക്ക് അടിയന്തരവും വിദഗ്ധവുമായ ചികിത്സ ഉറപ്പാക്കാൻ ആരോഗ്യമന്ത്രി K മുരളീധരൻ പ്രത്യേക നിർദ്ദേശം നൽകി കഴിഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വിവിധ സർജറി വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി പ്രത്യേക മെഡിക്കൽ ടീമിനെ സജ്ജമാക്കി കഴിഞ്ഞു. സൂപ്രണ്ടിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അതേസമയം സാധാരണഗതിയിൽ അപകടങ്ങൾ നടക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്ത കവലയാണിതെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ പ്രതികരണം. സംഭവ സമയത്ത് തന്നെ അദ്ദേഹം അവിടെ എത്തിയിരുന്നു. വലിയ തിരക്കില്ലാത്ത ഈ റൂട്ടിലൂടെ നിയമം ലംഘിച്ച് പോലീസിന്റെ കണ്ണു വെട്ടിച്ച് അമിത വേഗത്തിൽ മണ്ണ് കടത്താൻ ശ്രമിച്ചതാണ് അപകടത്തിന് കാരണമായതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് കൊടിക്കുന്നിൽ പറയുന്നത്. അമിത വേഗതയും അശ്രദ്ധയുമാണ് വലിയ ദുരന്തത്തിന് വഴിവെച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. എന്തായാലും ഡ്രൈവർ അടക്കമുള്ള ആളുകൾ ആശുപത്രിയിലാണ്. ഡ്രൈവറുടെ മൊഴിയെടുക്കേണ്ടതുണ്ട്. എന്തായാലും അതിദാരുണമായ വാർത്ത കേട്ടാണ് കേരളം ഇന്ന് ഉണർന്നത്. എന്തായാലും മരണം 4 ആയിരിക്കുന്നു.